വാർത്തകൾ തുടരുന്നു. തലശ്ശേരി ടെമ്പിൾ ഗേറ്റ് സ്പോർട്ടിംഗ് അറീന ലൈബ്രറി ആൻഡ് റീഡിംഗ് റൂമിന്റെ വായനാ പക്ഷാചരണ ഉദ്ഘാടനവും SSLC+2 പരീക്ഷകളിൽ മുഴുവൻ വിഷയങ്ങളിലും A+ നേടിയ വിദ്യാർത്ഥികളെ അനുമോദിക്കലും ലൈബ്രറി ഹാളിൽ നടന്നു. നിരവധി ആളുകൾ പങ്കെടുത്തു. തലശ്ശേരി ടെമ്പിൾ ഗേറ്റ് സ്പോർട്ടിംഗ് അറീന ലൈബ്രറി ആൻഡ് റീഡിംഗ് റൂമിന്റെ വായനാ പക്ഷാചരണ ഉദ്ഘാടനവും അനുമോദന യോഗവും പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് കെ അജിത് കുമാർ ഉദ്ഘാടനം ചെയ്തു. പക്ഷാചരണവും അതൊരു ടൈം ടേബിൾ പോലെ ആക്കേണ്ട ഒരവസ്ഥ എത്തിയത് എന്ന് പറയുമ്പോൾ നമ്മൾ ആ കാര്യം മറന്നുപോയി. നമ്മുടെ കുട്ടികളായാലും നമ്മുടെ സമൂഹത്തിലുള്ളവരായാലും വായനയെ സംബന്ധിച്ച് മറന്നുപോയത് ഓർമ്മിപ്പിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെയൊരു വായനാ ദിനവും വായന പക്ഷാചരണവും നമ്മൾ ഉണ്ടാക്കി കൊടുത്തത്. ഒരു കാലത്ത് പഠിക്കുന്ന കുട്ടികളും പഠിപ്പ് കഴിഞ്ഞ് ജോലി എടുക്കുന്നവരും അവരുടെ സമയം ചിലവഴിച്ചത് വായനയിലായി. കിലോമീറ്ററുകളോളം നടന്ന് ആഴ്ചയിൽ ഒരു ദിവസം 10 പൈസയോ 25 പൈസയൊക്കെ കൊടുത്തിട്ട് സബ്സ്ക്രിപ്ഷൻ കൊടുത്തിട്ട് പുസ്തകം വാങ്ങി വായിച്ചു കൊടുക്കുന്ന ഒരു തലമുറയാണ് നമുക്ക്. അതുകൊണ്ടാണ് പ്രാധാന്യമായി മാറിയ കേരളത്തെ നമുക്ക് ദൈവത്തിന്റെ സ്വന്തം നാടാക്കി മാറ്റാൻ വേണ്ടി നമുക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ പൂർവികന്മാരുടെ ആ ഒരു പ്രയത്നത്തിന്റെ ഭാഗമാണ്. തലശ്ശേരിയിൽ ഇപ്പൊ ഞാൻ മനസ്സിലാക്കിയത് 1957 അതായത് കേരള സംസ്ഥാനത്തിന്റെ രൂപീകരണത്തോടനുബന്ധിച്ച് അതേ വർഷം തന്നെയാണ് ഈ സ്പോർട്ടിംഗ് അറീന എന്ന് പറയുന്ന മഹത്തായ ഈ സാംസ്കാരിക സ്ഥാപനത്തിന്റെ നാന്ദി കുറിച്ചിട്ടുണ്ട്. 67 പുതിയ കെട്ടിടത്തിലേക്ക് വരുമ്പോൾ ആ കാലഘട്ടത്തിൽ നമ്മുടെ ഈ തലശ്ശേരിയിലെയും ചുറ്റുവട്ടത്തെയും എല്ലാ ആളുകളുടെയും മനസ്സിൽ ദൈനംദിനം കടന്നു പോകുന്ന ഒരു പേരായിരുന്നു സ്പോർട്ടിംഗ് അറീന. ഞങ്ങളുടെ ചെറുപ്പത്തിലേക്ക് കേൾക്കുന്നതാണ്. സ്പോർട്ടിംഗ് അറീന പ്രസിഡന്റ് KP മുരളീധരൻ അധ്യക്ഷനായി. നഗരസഭാ കൗൺസിലർമാരായ P സുനിൽകുമാർ, TP അബ്ദുറഹ്മാൻ, സ്പോർട്ടിംഗ് അറീന സെക്രട്ടറി KC അജിത് കുമാർ, K മണി തുടങ്ങിയവർ സംസാരിച്ചു. പാനൂർ യങ് മെൻസ് ക്ലബിന്റെ നേതൃത്വത്തിൽ പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണവും PK പ്രവീൺ MLAക്ക് സ്വീകരണവും നൽകി. സുമംഗലി ഓഡിറ്റോറിയത്തിലാണ് ചടങ്ങ് നടന്നത്. അക്കാദമികേതര രംഗങ്ങളിൽ കഴിവ് തെളിയിച്ച ക്ലബ് അംഗങ്ങളുടെ മക്കളെ ചടങ്ങിൽ ആദരിച്ചു. പാനൂർ യങ് മൈൻസ് ക്ലബിന്റെ പുതിയ ഭാരവാഹികൾ ചുമതലയേറ്റു. പാനൂർ സുമംഗലി ഓഡിറ്റോറിയത്തിൽ ചേർന്ന ചടങ്ങിൽ വെച്ചാണ് സ്ഥാനാരോഹണ ചടങ്ങ് നടന്നത്. PK പ്രവീൺ MLA ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം ചെയ്തു. പാനൂർ യങ് മൈൻസ് ക്ലബ്ബ് പ്രസിഡന്റ് RK രാജേഷ് കുമാർ ചടങ്ങിൽ അധ്യക്ഷനായി. RK രാജേഷ് കുമാർ ചടങ്ങിൽ വെച്ച് MLA പൊന്നാട അണിയിച്ച് ആദരിച്ചു. ദിനങ്ങൾ കൃത്യമായി ആഘോഷിച്ചുകൊണ്ട് ദേശത്തിൻ്റെ ആഘോഷം ഞങ്ങൾ ഏറ്റെടുക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഗാന്ധിജിയുടെ ജന്മദിനവും സ്വാതന്ത്ര്യ ദിനവും ആഘോഷിക്കാൻ ഈ സംഘടന മുമ്പോട്ട് വന്നത്. അതേപോലെ ഈ നാടിൻ്റെ അറിവ് ഉയർത്തിക്കൊണ്ട് വിദ്യാർത്ഥികളിൽ അറിവും സമ്പത്തും വളർത്തിക്കുന്ന അധ്യാപകരെയും അധ്യാപക ദിനവും ഏറ്റെടുത്ത് നടത്താനും നിങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. മതേതരത്തിൻ്റെ ആഘോഷങ്ങളായ ക്രിസ്മസ്, പെരുന്നാൾ ആഘോഷം, ഓണാഘോഷങ്ങൾ ഒരുമിച്ച് നടത്താനും നിങ്ങൾ മുന്നോട്ട് വന്നിട്ടുണ്ട്. ആ ഒരു സേവനം എന്ന രീതിയിൽ വിനോദ എന്ന ചെറുപ്പക്കാർക്കുള്ള നിങ്ങളുടെ കൈത്താങ് അവിടെ കാണാൻ സാധിച്ചിട്ടുണ്ട്. പിന്നോക്കമായുള്ള വിദ്യാഭ്യാസ മേഖലയിൽ വയനാട് പോലെയും കണ്ണവും പോലെയുള്ള ട്രൈബൽ കോളനിയിൽ പോയിട്ടും നിങ്ങളുടെ പ്രവർത്തനം നടത്താൻ സാധിച്ചിട്ടുണ്ട്. ഒരു മേഖലയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു പ്രവർത്തനമായിട്ടല്ല നിങ്ങൾ ചെയ്തത്. സമസ്ത മേഖലയിലും നിങ്ങളുടെ കൈനാട്ടുണ്ടാക്കാൻ നിങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട് തന്നെ യങ് മൈൻസിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയൊരു കാര്യമാണ്. പ്രത്യേകിച്ച് ഒരു ഭവനം ഉണ്ടായി കൊടുക്കുക, ഒരു കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം ഒരു വീട് എന്നത് സ്വപ്നമാണ്. ആ സ്വപ്നത്തിൽ സഫലീകരിക്കാൻ നിങ്ങളുടെ പിന്തുണയിൽ നിന്നറിഞ്ഞപ്പോൾ ആ കുടുംബത്തിൻ്റെ സന്തോഷവും ആ കുടുംബത്തിലെ അംഗങ്ങളുടെ മനസ്സിൽ യങ് മൈൻസിൻ്റെ ഒരു പ്രതിഷ്ഠയും വല്ലാത്തൊരിക്കും. എത്രത്തോളം നിലനിൽക്കുന്നു അതനുസരിച്ച് ഇതിന് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. യങ് മൈൻസ് ക്ലബ്ബ് റീജിയണൽ ചെയർമാൻ K രഞ്ജിത് കുമാർ മുഖ്യ പ്രഭാഷണം നടത്തി. RC എലക്ട് രാജേഷ് ഗോപാൽ പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണ ചടങ്ങിന് നേതൃത്വം നൽകി. അക്കാദമിക രംഗങ്ങളിൽ കഴിവ് തെളിയിച്ച ക്ലബ്ബ് അംഗങ്ങളുടെ മക്കൾക്കുള്ള അവാർഡുകൾ ഡിസ്ട്രിക്ട് ഗവർണർ അഡ്വക്കേറ്റ് A നാസർ സമ്മാനിച്ചു. കമ്മ്യൂണിറ്റി പ്രൊജക്ടിൻ്റെ ഉദ്ഘാടനം CG എലക്ട് O മാത്യു നിർവഹിച്ചു. K രാജൻ, ഉഷ രാജൻ, MK ലക്ഷിത് മാസ്റ്റർ, VP സുരേഷ്, VP അനന്തൻ,
സിസിലി ടീച്ചർ, ലൈല നാസർ തുടങ്ങിയവർ സംസാരിച്ചു. പുതിയ ഭാരവാഹികൾ ചടങ്ങിൽ സ്ഥാനമേറ്റു. കെ ബാലകൃഷ്ണൻ പ്രസിഡന്റായും VP ജയരാജൻ സെക്രട്ടറിയായും PP രഞ്ജിത് കുമാർ ട്രഷററായുമാണ് ചുമതലയേറ്റത്. ക്ലബ് അംഗങ്ങളുടെ കലാപരിപാടികളും തുടർന്ന് അരങ്ങേറി. നെടുമ്പ്രം മടപ്പുര കലാഭവന്റെയും KV ലൈബ്രറിയുടെയും ആഭിമുഖ്യത്തിൽ SSLC+2 ഉന്നത വിജയികളെയും CM കിഡ്സ് സ്കോളർഷിപ്പ് ജേതാക്കളെയും അനുമോദിച്ചു. വന്ദനം 2026 എന്ന പേരിലാണ് ചടങ്ങ് സംഘടിപ്പിച്ചത്. കാനൂർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം PK മോഹനൻ മാസ്റ്റർ ഉദ്ഘാടനവും അനുമോദനവും നടത്തി. ചടങ്ങിൽ കരിയർ ഗൈഡും ലൈഫ് സ്കിൽ ട്രെയിനറുമായ ജിതേഷ് T കരിയർ ഗൈഡൻസ് ക്ലാസ് എടുത്തു. ദരിദ്രനായി മരിക്കുന്നുണ്ടെങ്കിൽ അത് നിന്റെ മാത്രം കുറ്റമാണ്. നിന്റെ മാത്രം കുറ്റമാണ്. ദരിദ്രൻ ജയിച്ചു, അത് നമുക്ക് ചെയ്യാൻ പറ്റും, നമ്മളെ കൺട്രോളല്ല. അച്ഛനെ മാറ്റാനോ അമ്മയോ നീ ചെയ്യേണ്ടത്, നീ ജീവിച്ചിരിക്കുക അച്ഛൻ്റെ അമ്മേന്റെ അഡ്രസ് നിന്റെ പേരിലേക്ക് മാറ്റണം. എന്താ ചെയ്യണ്ടേ? ഇന്നെ വീട്ടിൽ പോയില്ല ആധാർ എടുത്ത് എഴുത്. അല്ല എന്നെന്താ ചെയ്യണ്ടേ? മോളെ പേരെന്താ? അർപ്പിത. അർപ്പിതന്റെ വീട് എന്താണ് സ്ഥലത്തേതോ? നെടുമ്പുറത്തുള്ള അർപ്പിത ഒരു വക്കീലായി വിവരിക്കുക അല്ലെ? വക്കീലായി വിവരിക്കുക. നെടുമ്പത്ത് ഒരാളെത്തി. ഇപ്പൊ ഞാൻ തന്നെ ഇവിടെ എത്തി. ഇവിടെ അർപ്പിതന്റെ വീട്ടിൽ ഇപ്പുറത്താണ് ഈ സ്ഥാപനമായിട്ട് ഞാൻ അവിടെ എത്തി ചോദിച്ചാൽ ഒരാൾ പറഞ്ഞു ഇങ്ങനെ പോകുമ്പോ നെടുമ്പത്ത് ആ ടേണിങ്ങിൽ നെടുമ്പ ഒരു വക്കീൽ അർപ്പിതന്റെ വീടുണ്ട്. ആ വീടിന്റെ പറയൂ എന്റെ വീട് ഇപ്പൊ അറിയപ്പെടുന്ന മാഷം വീട് എന്നാണ്. അച്ഛന്റെ പേര് പോയി. അച്ഛന്റെ പേര് പോയി. അച്ഛൻ അത് കേട്ടിട്ട് അച്ഛൻ സങ്കടം ഉണ്ടാവാം. എന്റെ മോനെ നീ എന്നോട് ഇങ്ങനെ പറയാ. അർപ്പിതന്റെ അച്ഛൻ പറയാം എന്റെ മോളെ ആളിപ്പോ എന്നെ പറ്റി ഇല്ല. അതിന് ഏറ്റവും കൂടുതൽ സന്തോഷമാണത്. അപ്പൊ അവർ ജീവിച്ചിരിക്കെ നിങ്ങൾ ജീവിച്ച് മരിക്കുന്നവരെ നിങ്ങൾ ആ ഒരു പേരിലാണ് നിങ്ങളുടെ വീട് അറിയപ്പെടുന്നത്. നിങ്ങൾ ലൈഫിൽ എന്തോ ആയിന്നാണ്. ചുക്ലി പഞ്ചായത്ത് വാർഡ് അംഗം K പ്രദീപൻ അധ്യക്ഷത വഹിച്ചു. കലാഭവൻ രക്ഷാധികാരി പ്രമോദ് K കലാഭവൻ, പ്രസിഡന്റ് സന്തോഷ് കുമാർ VP, നെടുമ്പ്രം മടപ്പുര സെക്രട്ടറി രാഘവൻ മാട്ടാൻ, ആഘോഷ കമ്മിറ്റി സെക്രട്ടറി BKV വിജേഷ്, PTK ഗീത, സിബു ചൊക്ലി എന്നിവർ സംസാരിച്ചു. സ്തുത്യർഹമായ അധ്യാപന ജീവിതത്തിൽ നിന്ന് വിരമിച്ച നെടുമ്പ്രം മടപ്പുര ആഘോഷ കമ്മിറ്റിയുടെയും കലാഭവന്റെയും സംഘാടകൻ കലാഭവൻ രക്ഷാധികാരി സുനിൽ ബാൽ മാസ്റ്റർക്ക് മടപ്പുര സൗഹൃദ കൂട്ടായ്മയുടെയും കലാഭവന്റെയും സ്നേഹോപഹാരങ്ങൾ സമർപ്പിച്ചു. സുനിൽ ബാൽ മാസ്റ്റർ മറുപടി പ്രഭാഷണം നടത്തി. T പ്രജോഷ് സ്വാഗതവും ട്രഷറർ രഞ്ജിത്ത് മാസ്റ്റർ നന്ദിയും പറഞ്ഞു. കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ കാരായി രാജൻ MLAക്ക് സ്വീകരണം നൽകി. സംസ്ഥാന പ്രസിഡന്റ് G ജയപാൽ ഉദ്ഘാടനം ചെയ്തു. തലശ്ശേരി ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ കാരായി രാജൻ MLAക്ക് സ്വീകരണം നൽകി. തലശ്ശേരി ഹോട്ടൽ നവരത്ന ഇൻ ഹാളിലാണ് സ്വീകരണ സമ്മേളനം ഒരുക്കിയത്. ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് G ജയപാൽ സ്വീകരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ഒരിടത്തു നിന്നും നീതി കിട്ടാത്ത വിഭാഗമായി ഹോട്ടൽ വ്യാപാരികൾ മാറിപ്പോകുന്നുണ്ടോ എന്ന് സംശയിക്കുന്നതായും അദ്ദേഹം പറഞ്ഞു. ഹോട്ടലുകളിൽ കൃത്യമായ പരിശോധന നടത്തി ഭക്ഷ്യയോഗ്യമല്ലാത്ത സാധനങ്ങൾ വിൽക്കുന്നവർക്കെതിരെ നടപടി സ്വീകരിക്കുന്നതിന് സംഘടന തടസ്സം നിൽക്കില്ലെന്നും അദ്ദേഹം പറഞ്ഞു. എന്നാൽ പ്രവർത്തനം നീതിപൂർവമാകണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. പിടിച്ചെടുത്തു എന്ന് പറഞ്ഞാണ് മേയർ പത്രസമ്മേളനം നടത്തിയത്. അതെങ്ങനെയാണ് പഴയ ഭക്ഷണം എന്ന് എങ്ങനെ മനസ്സിലായി? FSS നിയമത്തിൽ പറയുന്നുണ്ട്, ഏതെങ്കിലും ഒരു ഭക്ഷണശാലയിൽ കയറി നിങ്ങളൊരു ഭക്ഷണ സാധനം പിടിച്ചെടുത്താൽ അവിടെ ഒരു മഹസർ തയ്യാറാക്കണം. മഹസർ തയ്യാറാക്കിയിട്ട് ഈ ഭക്ഷണ സാധനം ലാബിലേക്ക് പരിശോധനയ്ക്ക് അയക്കണം. അതിന് 4 സാമ്പിൾ എടുക്കണം. ഒരു സാമ്പിൾ ഈ വ്യക്തിക്ക് കൊടുക്കണം. ഇതൊക്കെ ജനാധിപത്യപരമായ അല്ലെങ്കിൽ നിയമപരമായ നടപടിക്രമങ്ങളാണ്. ആ നടപടിക്രമങ്ങൾ അനുസരിച്ച് ഒരു സാമ്പിൾ എടുത്തു കഴിഞ്ഞാൽ ആ ഹോട്ടൽ ഉടമയ്ക്ക് ജീവപര്യന്തം, അതായത് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ജീവപര്യന്തം തടവ് വരെ ശിക്ഷിക്കാൻ നിലവിൽ നിയമവ്യവസ്ഥയുണ്ട്. ആ നിയമങ്ങളൊന്നും പാലിക്കാതെ ഒരു സ്ഥാപനത്തിൽ നിന്ന് ഭക്ഷണ സാധനം പിടിച്ചെടുത്തു, അത് പഴകിയ ഭക്ഷണമാണ്. എങ്ങനെ ഗണിച്ചറിഞ്ഞു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പഴകിയ ഭക്ഷണമാണ്. അവർ തീരുമാനിച്ചു ആ ഹോട്ടലിന്റെ പേര് പബ്ലിഷ് ചെയ്യുകയാണ്. ഇവിടെ നമ്മുടെ അവകാശങ്ങൾ ഗണിക്കുകയാണ്. അവിടെയാണ് നമ്മൾ എതിർക്കുന്നുള്ളൂ. ഒരു കടയിലും കയറി പരിശോധന നടത്താൻ നമ്മൾ ബഹുമാനപ്പെട്ട ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ തലശ്ശേരി യൂണിറ്റിന്റെ നേതൃത്വത്തിലാണ് സ്വീകരണ സമ്മേളനം ഒരുക്കിയത്. സംസ്ഥാന രക്ഷാധികാരി KP ബാലകൃഷ്ണ പൊതുവാളും വൈസ് പ്രസിഡന്റ് K അച്യുതനും ചേർന്ന്
കാരായി രാജനെ ഉപഹാരം നൽകി ആദരിച്ചു. നാടിൻ്റെ വികസനത്തിന് സർക്കാരും വ്യാപാരി സമൂഹവും യോജിച്ചു പോകണമെന്ന് മറുപടി പ്രസംഗത്തിൽ കാരായി രാജൻ MLA പറഞ്ഞു. ഹോട്ടൽ മേഖലയിൽ പ്രവർത്തിക്കുന്നവർ ഏറെ പ്രതിജ്ഞാബദ്ധതയുള്ളവരായിരിക്കണം. മനുഷ്യൻ്റെ ആരോഗ്യമാണ് പ്രധാനമെന്ന കാഴ്ചപ്പാട് ഈ രംഗത്തുള്ളവർക്ക് ഉണ്ടാകണമെന്നും അതുണ്ടായി കാണുന്നതിൽ ഏറെ ആഹ്ലാദിക്കുന്നുണ്ടെന്നും കാരായി രാജൻ പറഞ്ഞു. ഇവിടെ ഒരു ജനപ്രീതി എന്ന നിലയിൽ ഹോട്ടൽ വ്യാപാര രംഗത്തെ വിവിധ ആവശ്യങ്ങൾ സർക്കാരിൻ്റെയും അധികൃതരുടെയും ശ്രദ്ധയിൽപ്പെടുത്തേണ്ട കാര്യത്തെ സംബന്ധിച്ച് സംസ്ഥാന പ്രസിഡന്റും സെക്രട്ടറിയുമൊക്കെ സൂചിപ്പിക്കുകയുണ്ടായി. ഒരുപക്ഷെ ഞങ്ങളോടൊപ്പം എന്നേക്കാൾ വളരെ പ്രസക്തമായ നിലയിൽ ഇടപെടാൻ സാധിക്കേണ്ടിയിരുന്ന ശ്രീ NMR റസാഖ് നിയമസഭയിൽ ഒരു അംഗമാകേണ്ട ആളായിരുന്നു. അതൊരു നഷ്ടം തന്നെയാണ്. അദ്ദേഹത്തെ നിരീക്ഷിച്ചപ്പോഴാണ് നമുക്കത് ബോധ്യപ്പെട്ടത്. നിങ്ങളെല്ലാം ശ്രദ്ധിച്ചിട്ടുണ്ടാവും, സോഷ്യൽ മീഡിയയിലെ ഒരു വലിയ താരം കൂടിയായി അദ്ദേഹം ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് മാറിയിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് അസോസിയേഷൻ തലശ്ശേരി യൂണിറ്റ് പ്രസിഡന്റ് CCM മഷൂർ അധ്യക്ഷനായി. ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് അസോസിയേഷൻ നടപ്പിലാക്കുന്ന ഹൈജീൻ മോണിറ്ററിംഗ് യൂണിറ്റ് സംസ്ഥാന സെക്രട്ടറി NMR റസാഖ് ഉദ്ഘാടനം ചെയ്തു. ഇന്നത്തെ കാലത്ത് നമുക്കറിയാം, ഒരുപാട് പകർച്ചവ്യാധികൾ വരുന്ന ഈ കാലഘട്ടത്തിൽ ഈ പറയുന്ന സർക്കാർ പറയുന്ന മാനദണ്ഡങ്ങൾ മുഴുവൻ നമ്മൾ നടപ്പാക്കുന്നുണ്ടോ എന്ന് അറിയുന്നതിന് വേണ്ടി അഭ്യന്തരമായ ഒരു പരിശോധനാ സംഘത്തെ നമ്മൾക്കിടയിൽ തന്നെയുള്ള 3-4 പേർക്ക് ചുമതലപ്പെടുത്തിക്കൊണ്ട് നാം തന്നെയാണ് അത് നോക്കുന്നത്. അതിനുള്ള ചെക്ക് ലിസ്റ്റ് എല്ലാ സ്ഥാപനങ്ങളും നൽകിക്കൊണ്ട് നമ്മുടെ അംഗങ്ങൾ മാസത്തിലൊരിക്കലോ 2 മാസത്തിലൊരിക്കലോ സ്ഥാപനം സന്ദർശിച്ച് അവിടുത്തെ പോരായ്മകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട്, എനിക്ക് എൻഫോഴ്സ്മെന്റ് അധികാരങ്ങളൊന്നുമല്ല നമ്മൾ അവിടെ ഉപയോഗിക്കുന്നത്, നമ്മളുടെ സ്ഥാപനങ്ങളിലെ പോരായ്മകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് സ്വയം അത് നന്നാക്കിയെടുക്കാനുള്ള ഒരു സമയം അനുവദിക്കുകയും, അതേപോലെ സർക്കാർ ഏജൻസികൾ വന്നുകൊണ്ട് നമ്മുടെ സ്ഥാപനങ്ങളിൽ എന്തെങ്കിലും പോരായ്മകൾ ഉണ്ട് എന്ന് ചൂണ്ടിക്കാണിക്കുന്നതിന് മുമ്പ് തന്നെ നമ്മൾ പോരായ്മകൾ സ്വയം മനസ്സിലാക്കി തിരുത്തുവാനുള്ള ഒരു അവസരമാണ് ഹൈജീൻ മോണിറ്ററിംഗ് കമ്മിറ്റി കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. സംസ്ഥാന വൈസ് പ്രസിഡന്റുമാരായ ഷിനോജ് റഹ്മാൻ, K. അച്യുതൻ, ജില്ലാ സെക്രട്ടറി KM ഭൂപേഷ്, വനിതാ വിഭാഗം സംസ്ഥാന പ്രസിഡന്റ് ആശാ ലില്ലി തോമസ്, സെക്രട്ടറി മായ, റഹ്മത്ത്, വ്യാപാരി വ്യവസായ നേതാക്കളായ CC വർഗീസ്, AK സക്കരിയ, CPN നൗഫൽ, ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി നാസർ മാഡോൾ തുടങ്ങിയവർ പ്രസംഗിച്ചു. ലഹരി വിരുദ്ധ വാരാചരണത്തിൻ്റെ ഭാഗമായി എക്സൈസ് ഓഫീസർ സമീർ ധർമ്മടം ക്ലാസ് എടുത്തു. പാനൂർ കണ്ണംവള്ളി LP സ്കൂളിൽ രാഗാക്ഷരം 2026 ലോക സംഗീത ദിനാഘോഷവും വിദ്യാരംഗം സാഹിത്യ സമാജം ഉദ്ഘാടനവും നടന്നു. റിട്ടയർ അധ്യാപകൻ സുരേഷ് ബാബു മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. കണ്ണംവള്ളി LP സ്കൂളിൽ ലോക സംഗീത ദിനവും ലോക യോഗാ ദിനവും ആചരിച്ചു. രാഗാക്ഷരം 2026 എന്ന പേരിലൊരുക്കിയ പരിപാടി റിട്ടയർഡ് അധ്യാപകൻ സുരേഷ് ബാബു ഉദ്ഘാടനം ചെയ്തു. പബിക്കോയോട്, സന്തോഷ് ദേവിക എന്നിവർ സംഗീതോപകരണം പരിചയപ്പെടുത്തുകയും ഗാനം അവതരിപ്പിക്കുകയും ചെയ്തു. യോഗയും ആരോഗ്യവും ദിനാചരണ പരിപാടി ഡോക്ടർ R. ഐശ്വര്യ ഉദ്ഘാടനം ചെയ്തു. യോഗ പരിശീലക ഡോക്ടർ ആതിര യോഗ പരിശീലനം നൽകി. ചേറ്റംകുന്ന് റെസിഡൻസ് അസോസിയേഷനും ബ്രൈറ്റ് ഇംഗ്ലീഷ് സ്കൂളിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ മെഗാ രക്തദാന ക്യാമ്പ് നടത്തി.
ചേറ്റംകുന്ന് റെസിഡൻസ് അസോസിയേഷനും ബ്രൈറ്റ് ഇംഗ്ലീഷ് സ്കൂളിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ മെഗാ രക്തദാന ക്യാമ്പ് നടത്തി. രക്തദാന ക്യാമ്പ് തലശ്ശേരി നഗരസഭാ ചെയർമാൻ കാരായി ചന്ദ്രശേഖരൻ ഉദ്ഘാടനം ചെയ്തു. പ്രവർത്തനവും ഇന്ന് രക്തദാനമാണ്. രക്തദാനം മഹാദാനം എന്നാണ് പണ്ടേയുള്ളൊരു ആപ്തവാക്യം. കാരണം ഒരു രക്തം നൽകുമ്പോൾ, ഒരു തുള്ളി രക്തം നൽകുമ്പോൾ 3 ജീവൻ രക്ഷിക്കപ്പെടുന്നതാണ് അവരുടെ ഈ രക്തദാനം മഹാദാനം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എല്ലാം മഹത്തരമായ കാര്യങ്ങളാണ്. യോഗ പഠനങ്ങളായാലും സംഗീതമായാലും വായനയായാലും രക്തദാനമെല്ലാം മഹത്തരമായൊരു കാര്യമാണ്. രക്തവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മനുഷ്യജീവനെ രക്ഷിക്കാൻ കഴിയുന്ന ഒരു മഹത്തായ പ്രവർത്തനമായിരുന്നു. ഞങ്ങൾ തലശ്ശേരിക്കാരനായ ഒരു സുധീഷ് 99 വട്ടം രക്തം ദാനം ചെയ്ത ആളാണ്. അയാൾ കേരളത്തിലെ കർഷക സംഘത്തിൻ്റെ ഒരു പുണ്യത്താണ് പേര്. കഴിഞ്ഞ ദിവസം ആരോഗ്യ മന്ത്രിയിൽ നിന്ന് അവാർഡ് നേടി തലശ്ശേരിക്കാരനുണ്ട്. അയാളെ പിന്നെ വരുന്ന വഴിക്ക് വിളിച്ചിരുന്നു. പങ്കുവയ്ക്കേണ്ട തലശ്ശേരിൻ്റെ ഒന്ന് പറഞ്ഞ് നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടി. ഞാൻ സൂചിപ്പിക്കുന്നത്, നേരത്തെ നമ്മുടെ പൊതുപ്രവർത്തനം, ഒരു സോഷ്യൽ കമ്മിറ്റി, നമ്മുടെ പൊതുപ്രവർത്തനം നടത്തുമ്പോൾ യുവാക്കൾ ആദ്യം വായിച്ചുകൊണ്ട് രക്തദാനം നൽകുക എന്നുള്ളതാണ്. ചേറ്റംകുന്ന് റെസിഡൻസ് അസോസിയേഷൻ പ്രസിഡന്റ് ജംഷീർ മഹമ്മൂദ് അധ്യക്ഷത വഹിച്ചു. രമേശ് പൂഴിയിൽ സ്വാഗതം പറഞ്ഞു. നഗരസഭാ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ COT ഷബീർ, ചേറ്റംകുന്ന് വാർഡ് കൌൺസിലർ മുസൈറ കരിയാടൻ, മലബാർ ക്യാൻസർ സെന്റർ ഡോക്ടർ നിസാം, ഡോക്ടർ ആകർഷ്, ബ്രൈറ്റ് ഇംഗ്ലീഷ് സ്കൂൾ ചെയർമാൻ ബഷീർ ACM, PV സദാനന്ദൻ, ഫെറ രക്ഷാധികാരി തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ചു. താഹിറ റാസിഖ് നന്ദിയും രേഖപ്പെടുത്തി. നിരവധി പേർ രക്തദാനം നടത്തി. CRA എക്സിക്യൂട്ടീവ് മെമ്പർമാരായ COT ജംഷീദ്, അൻവർ KP, മുഹമ്മദ് സാലി, സുഷമ ഷറഫുദ്ദീൻ, സുമയ്യ ജംഷീദ്, മുസമ്മിൽ AK, മുഹമ്മദ് ഷാഹിദ് K എന്നിവർ രക്തദാന ക്യാമ്പിന് നേതൃത്വം നൽകി. ലോക സംഗീത ദിനത്തോടും അന്താരാഷ്ട്ര യോഗ ദിനത്തോടും അനുബന്ധിച്ച് തലശ്ശേരി ജാപ്പനീസ് ബുഡോ കരാത്തെ ആൻഡ് ജൂഡോ അക്കാദമിയിൽ സംയുക്ത ദിനാചരണം സംഘടിപ്പിച്ചു. ലോക സംഗീത ദിനത്തോടും അന്താരാഷ്ട്ര യോഗ ദിനത്തോടും അനുബന്ധിച്ച് തലശ്ശേരി ജാപ്പനീസ് ബൂഡോ കരാത്തെ ആൻഡ് ജൂഡോ അക്കാദമിയിൽ സംയുക്ത ദിനാചരണം സംഘടിപ്പിച്ചു. ചടങ്ങിന്റെ ഔദ്യോഗിക ഉദ്ഘാടനം തലശ്ശേരി നഗരസഭാ ചെയർമാൻ കാരായി ചന്ദ്രശേഖരൻ നിർവഹിച്ചു. യോഗയെപ്പറ്റി സംബന്ധിച്ച് ഞാനൊക്കെ വളരെ ചെറുതായപ്പോൾ ഇവിടെ പറഞ്ഞ സുബ്രഹ്മണ്യൻ മാഷിന്റെ കാര്യം പറഞ്ഞു. തലശ്ശേരി അപൂർവ വ്യക്തികളാണ് കോട്ടടയിലെ സ്ഥാപനത്തിലേക്ക് യോഗ പഠിക്കാൻ പോകാറുള്ളത്. കാരണം പരിസരത്തെവിടെയും യോഗ പരിശീലനം ഉണ്ടായിരുന്നു. എന്നാൽ ഈ അനുദിനം ജനങ്ങളെല്ലാം ഈ യോഗ പരിശീലനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. തലശ്ശേരി നഗരസഭയുടെ ആഭിമുഖ്യത്തിൽ ഈ വർഷം 1000 പേരെ പങ്കെടുപ്പിച്ചുകൊണ്ട് യോഗ ഡെമോൺസ്ട്രേഷൻ നടത്താൻ തീരുമാനിച്ചു. 1000 ഇല്ലെങ്കിൽ 500 പേരെങ്കിലും പങ്കെടുക്കും. 1000 ആളെ പങ്കെടുപ്പിക്കാൻ സാധ്യമാകുന്ന ഒരു ആയോധന ഒരു കലയായി മാറിയിരിക്കും. ഇത്രയും പേര് ആവശ്യപ്പെട്ടിരിക്കുന്നു. ഇനിയും ആരോഗ്യമുള്ള സമൂഹത്തെ വാർത്തെടുക്കുന്നതിന് വേണ്ടി യോഗയുടെ പ്രചാരണം നടത്തുന്നതിന് വേണ്ടിയാണ് നമ്മൾ തലശ്ശേരി നഗരസഭ ഉദ്ദേശിക്കുന്നത്. വ്യാപകമായ രീതിയിൽ യോഗ പരിശീലന കേന്ദ്രങ്ങളും യോഗയിലേക്ക് ആളുകൾ കൂടുതൽ പങ്കെടുക്കുകയും ചെയ്യേണ്ടതുണ്ട് എന്ന കാര്യം ആരോഗ്യ മേഖലയിൽ ഇടപെടുന്ന എല്ലാവരും പറയുന്നത് കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഈ കരാട്ടെ സെന്ററിലും യോഗ പരിശീലനം ഉദ്ദേശിക്കുക. ജില്ലാ ലൈബ്രറി കൌൺസിൽ പ്രസിഡന്റ് മുകുന്ദൻ മഠത്തിൽ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. പ്രമുഖ ഫിസിയോതെറാപ്പിസ്റ്റ് ഡോക്ടർ മിഥുൻ സ്വാഗതം പറഞ്ഞു. ചടങ്ങിൽ ഉച്ചുമൽ ശശി, സജീവൻ മാണിയത്ത് എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. ദിനാചരണത്തിന്റെ ഭാഗമായി പ്രമുഖ ഗായകൻ മുഹമ്മദ് സുബൈറിനെ ചടങ്ങിൽ വച്ച് പൊന്നാടയണിയിച്ച് ആദരിച്ചു. തുടർന്ന് അക്കാദമിയിലെ വിദ്യാർത്ഥികൾക്കായി പ്രത്യേക യോഗ പരിശീലന ക്ലാസ് നടന്നു. സെൻസായി CN മുരളി യോഗ പരിശീലനത്തിന് നേതൃത്വം നൽകി. സംഗീത ദിനാചരണത്തിന്റെ ഭാഗമായി മുഹമ്മദ് സുബൈർ, അവ്യുക്ത് എന്നിവർ ആലപിച്ച ഗാനങ്ങൾ ചടങ്ങിന് മാറ്റുകൂട്ടി.
ഫിസിയോതെറാപ്പിസ്റ്റ് ഡോക്ടർ ആവണി PM നന്ദി രേഖപ്പെടുത്തിയ ചടങ്ങിൽ ഷീജ PP, ഉമേഷ് NR, ധനേഷ് PP തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. അക്കാദമിയിലെ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ചടങ്ങിൽ പങ്കെടുത്തു. അന്താരാഷ്ട്ര യോഗ ദിനാചരണത്തിന്റെ ഭാഗമായി 6 കേരള ബറ്റാലിയൻ NCC തലശ്ശേരിയുടെ നേതൃത്വത്തിൽ ധർമ്മടം ബീച്ചിൽ വിപുലമായ യോഗ പരിപാടി സംഘടിപ്പിച്ചു. യോഗ ഫോർ വെൽനസ് എന്ന പ്രമേയത്തിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ വിവിധ വിദ്യാലയങ്ങളിൽ നിന്നായി 335 NCC കേഡറ്റുകൾ പങ്കെടുത്തു. അന്താരാഷ്ട്ര യോഗാ ദിനാചരണത്തിന്റെ ഭാഗമായി 6 കേരള ബറ്റാലിയൻ NCC തലശ്ശേരിയുടെ നേതൃത്വത്തിൽ ധർമ്മടം ബീച്ചിൽ വിപുലമായ യോഗ പരിശീലന പരിപാടി സംഘടിപ്പിച്ചു. 335 NCC കേഡറ്റുകൾ പരിപാടിയിൽ പങ്കെടുത്തു. ശാരീരിക ആരോഗ്യവും മാനസിക ഉല്ലാസവും സമഗ്രമായ ക്ഷേമവും പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പരിപാടി ഒരുക്കിയത്. ബ്രണ്ണൻ കോളേജ്, തലശ്ശേരി എഞ്ചിനീയറിംഗ് കോളേജ്, പിണറായി AKG മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂൾ, തലശ്ശേരി സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂൾ, ബ്രണ്ണൻ ഹയർ സെക്കൻഡറി സ്കൂൾ, BMB ഹയർ സെക്കൻഡറി സ്കൂൾ, കതിരൂർ ഗവൺമെൻറ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ, ശുക്ലി രാമവിലാസ് ഹയർ സെക്കൻഡറി സ്കൂൾ, തലശ്ശേരി MM ഹയർ സെക്കൻഡറി സ്കൂൾ എന്നീ സ്ഥാപനങ്ങളിലെ കേഡറ്റുകളാണ് യോഗാഭ്യാസത്തിൽ പങ്കാളികളായത്. അന്താരാഷ്ട്ര യോഗ പരിശീലക സംഗീത R. കുറുപ്പ് യോഗ സെഷനുകൾക്ക് നേതൃത്വം നൽകി. NCC ഓഫീസർമാരായ A. സുസ്കി, പ്രശാന്ത്, രാജീവൻ, TP റാബിദ്, CTO മുഫ്ദിൽ, മുനീർ, CTO റൈഗൺ, അനിൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. മൊകേരിയിൽ ഹോമിയോ ഡിസ്പെൻസറിയിൽ യോഗ ദിനാചരണം നടത്തി. നിരവധി ആളുകൾ പങ്കെടുത്തു. പാനൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് N. പ്രസീത ഉദ്ഘാടനം ചെയ്തു. രോഗങ്ങളുള്ള ആളുകളാണ് നമ്മൾ ഓരോരുത്തരും. എല്ലാവർക്കും ഉണ്ടായിപ്പോ ഈ വളരെ ചെറുപ്പത്തിൽ ഷുഗർ വരുന്ന കുട്ടികളുടെ, പ്രഷർ വരുന്ന ആൾക്കാരുടെ, കൊളസ്ട്രോൾ ഉള്ള ഇതെല്ലാം ഉള്ള ആൾക്കാരാണ് നമ്മളെല്ലാം. അപ്പോൾ ഇതെല്ലാം ഉണ്ടായത് എങ്ങനെയാണെന്ന് നിങ്ങൾക്കറിയാം. പണ്ടുകാലത്ത് അനുശാസിച്ചു വന്ന ഒരുപാട് ശീലങ്ങൾ, പഴയതല്ലേ പുരാതനമല്ലേ എന്നുള്ള ഒരുപാട് ശീലങ്ങൾ നമ്മൾ ബഹിഷ്കരിച്ചാണ്. നമ്മളെന്ത് ചെയ്ത് മറ്റുള്ള പഴയ ആൾക്കാർ ചെയ്യുന്ന പലതും നമ്മൾ മാറ്റിക്കളഞ്ഞു. പണ്ട് നമ്മൾ അമ്മി കൊണ്ട് അരക്കലുണ്ട്, അല്ലേ, അലക്കലുണ്ട്. ഇപ്പൊ വാഷിംഗ് മെഷീൻ വന്ന് മിക്സി ഇല്ലെങ്കിൽ അരവില്ലെങ്കിൽ അന്ന് കറണ്ട് പോയിട്ട് നമ്മൾ മീൻ വാങ്ങിയിട്ടില്ല കുഴിയുമ്പോഴുള്ള ഒരവസ്ഥയിലെത്തി. ഇപ്പോ അലക്കലുണ്ട്, അരവുണ്ട്, നെല്ല് കുത്തിയാണ്. എന്റെ അമ്മയുടെ നെല്ലെല്ലാം കുത്തിയിട്ട് അരിയാക്കിയിട്ടാണ് ചോറ് വെച്ചത്. ആരെങ്കിലും ഒരു നേരങ്ങൾ അരക്കുന്ന ആളുണ്ടാവും, ഒരു നേരങ്ങൾ കഞ്ഞമ്മ അരക്കുന്ന ആളുണ്ടാവും. ഇതൊന്നുമില്ല. ഉള്ള സമയത്ത് നല്ല ഭക്ഷണങ്ങളും ചിക്കനും പൊറോട്ടയും ഇതെല്ലാം നമ്മൾ ഫാസ്റ്റ് ഫുഡ് കഴിച്ചുകൊണ്ട് രാവിലെ തുടങ്ങും 5 മണിക്ക് നടക്കുക. എന്തിനാണ് നടക്കുന്നത്? പ്രഷർ കുറക്കണം, കൊളസ്ട്രോൾ കുറക്കണം, തടി കുറക്കണം, വയറ് കുറക്കണം, സൗന്ദര്യം വർദ്ധിപ്പിക്കണം. മൊകേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കനകം കുനിയിൽ അധ്യക്ഷത വഹിച്ചു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ VP റഫീഖ, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ N. പ്രവീണ, പാനൂർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ സാബിറ കുന്നത്രാവിൽ, KK പ്രസന്നി, CDS ചെയർപേഴ്സൺ C. സൗമ്യ, മെഡിക്കൽ PHC ഓഫീസർ ഡോക്ടർ ദിൽന എന്നിവർ സംസാരിച്ചു. യോഗ പരിശീലക K. സ്വപ്ന പരിശീലനം നിയന്ത്രിച്ചു. മൊകേരി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് NK ജയപ്രസാദ് സ്വാഗതവും മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ആതിര സുരേന്ദ്രൻ നന്ദിയും പറഞ്ഞു. സംഗീത സാഹിത്യ
അന്താരാഷ്ട്ര യോഗ ദിനാചരണത്തിന്റെ ഭാഗമായി തലശ്ശേരി നഗരസഭയുടെ ആഭിമുഖ്യത്തിൽ 500ഓളം പേർ അണിനിരന്ന യോഗ പ്രദർശനവും യോഗ ക്ലാസും സംഘടിപ്പിച്ചു. തലശ്ശേരി VR കൃഷ്ണയ്യർ നഗരസഭാ സ്റ്റേഡിയത്തിലാണ് പരിപാടി നടന്നത്. അന്താരാഷ്ട്ര യോഗാ ദിനാചരണത്തിന്റെ ഭാഗമായി തലശ്ശേരി നഗരസഭയുടെ ആഭിമുഖ്യത്തിൽ 500ഓളം പേർ അണിനിരന്ന യോഗ പ്രദർശനവും യോഗ ക്ലാസും സംഘടിപ്പിച്ചു. തലശ്ശേരി നഗരസഭാ ചെയർമാൻ കാരായി ചന്ദ്രശേഖരൻ ഉദ്ഘാടനം ചെയ്തു. തലശ്ശേരി നഗരസഭ ആലോചിക്കുന്ന ഇന്റർനാഷണൽ യോഗാ ദിനത്തെ സംബന്ധിച്ച് ജൂൺ 21 ഒരു സന്ദേശം നൽകുക എന്നുള്ളതാണ്. ആരോഗ്യമുള്ള സമൂഹത്തെ വാർത്തെടുക്കാൻ നമ്മളെല്ലാവരും കൂട്ടായി പരിശ്രമിക്കുന്നതിൻ്റെ ഭാഗമായി ഈ ദിനം യോഗയുടെ പ്രാധാന്യം സംബന്ധിച്ചെല്ലാം യോഗയെ ബന്ധപ്പെടുന്നവരൊക്കെല്ലാം അറിയുന്നതുകൊണ്ട് തന്നെ അതിലേക്ക് ഞാൻ കിടക്കുന്നില്ല. ഈ സന്ദേശം നൽകാൻ നഗരസഭ തീരുമാനിച്ചത് ഇതിനെക്കുറിച്ച് വിപുലമായ രീതിയിലായിരുന്നു. മഴയെ ഭയന്നതുകൊണ്ടാണ് മഴ വന്നാൽ എന്ത് ചെയ്യുമെന്നുള്ളൊരു ആശങ്കയായിരുന്നു സംഘാടനത്തിൻ്റെ കുറച്ചും കൂടി കുറവ് വന്നത്. 1000 ആളുകൾ എന്ന നാളിൽ നമ്മുടെ തലശ്ശേരി നഗരസഭയുടെ ലക്ഷ്യം അത് പൂർത്തീകരിക്കാൻ സാധിച്ചിട്ടില്ല. എങ്കിലും തലശ്ശേരി നഗരസഭയുടെ ഭാഗമായി തലശ്ശേരി നഗരത്തിലെ മുഴുവൻ ആളുകൾക്കും യോഗ സന്ദേശം നൽകാൻ ഇത് ഉപകരിക്കുമെന്നാണ് ഞങ്ങൾ കരുതുന്നത്. ഔപചാരികമായി ഇത് ഉദ്ഘാടനം അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കും. VR കൃഷ്ണയ്യർ മെമ്മോറിയൽ നഗരസഭാ സ്റ്റേഡിയത്തിലാണ് യോഗ അവതരണം നടന്നത്. നഗരസഭ വൈസ് ചെയർപേഴ്സൺ V സതി ചടങ്ങിൽ അധ്യക്ഷയായി. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ ഹെൻറി, COT ഷബീർ, K ഭാരതി, കൗൺസിലർമാരായ TV റാഷിദ, ജിഷ കള്ളത്തിൽ തുടങ്ങിയവർ സംബന്ധിച്ചു. യോഗ പരിശീലകൻ വികാസ് യോഗ പ്രദർശനത്തിന് നേതൃത്വം നൽകി. യോഗ ഡാൻസും നടന്നു. ഏകാന്തത, മക്കളൊക്കെ വിദേശത്ത്, സുഹൃത്തുക്കൾ ഇല്ലാതാകും, TV മാത്രം കൂട്ട്. പക്ഷേ ഒരു യോഗ ക്ലാസ്സിൽ ചേർന്ന എന്ത് സംഭവിക്കും? സമപ്രായക്കാരെ കിട്ടും, ഒരുമിച്ച് ചിരിക്കാം, ഒരുമിച്ച് സംസാരിക്കാം. യോഗ ഒരു സമൂഹത്തെ ഉണ്ടാക്കിത്തരും. യോഗ ശാരീരിക ആരോഗ്യത്തിന് വേണ്ടി മാത്രമല്ല, യോഗ മാനസിക ആരോഗ്യത്തിന് വേണ്ടി കൂടി ഫലപ്രദമാണ്. ഞാൻ തനിച്ചല്ല എന്ന തോന്നൽ തന്നെ ഏറ്റവും വലിയ ഇമ്മ്യൂണിറ്റി ബൂസ്റ്ററാണ്. 9, 10. ഇനി കഴുത്ത് ഇടത്തോട്ട് വലത്തോട്ട് ടേൺ ചെയ്യാം. ലെഫ്റ്റ്, റൈറ്റ് 10 പ്രാവശ്യം ചെയ്യാം. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. ഇനി കഴുത്തിന്റെ റൊട്ടേഷൻ ക്ലോക്ക് വൈസ് റൊട്ടേറ്റ് ചെയ്യാം. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. ഇനി തിരിച്ചിട്ട് ആന്റി ക്ലോക്ക് വൈസ് റൊട്ടേഷൻ ഓഫ് ദ നെക്ക്. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. ഇനി കൈ രണ്ട് കൈ മുന്നോട്ട് നീട്ടി വെക്കുക. കൈയുടെ വിരലുകൾ ചുരുട്ടി പിടിക്കുക, നിവർത്തുക, ഫിസ്റ്റ് ആക്കുക, നിവർത്തുക. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. ഇനി റിസ്റ്റ് എക്സ്റ്റൻഷൻ ഫ്ലെക്ഷൻ. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. Any wrist rotation clockwise. വിദ്യാർത്ഥികളിൽ ആരോഗ്യകരമായ ജീവിതശൈലിയും ഏകാഗ്രതയും വളർത്തുക എന്ന ലക്ഷ്യത്തോടെ രാജീവ് ഗാന്ധി മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ മിഷൻ സൂര്യ നമസ്കാർ പദ്ധതിക്ക് തുടക്കമായി. സ്കൂളിലെ 4000-ലധികം വിദ്യാർത്ഥികളിലേക്ക് സൂര്യ നമസ്കാര പരിശീലനം വ്യാപിപ്പിക്കുന്നതാണ് പദ്ധതി. വിദ്യാർത്ഥികളിൽ ആരോഗ്യകരമായ ജീവിതശൈലിയും ഏകാഗ്രതയും വളർത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് മൊകേരി രാജീവ് ഗാന്ധി മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ മിഷൻ സൂര്യ നമസ്കാർ പദ്ധതി ആരംഭിച്ചത്. സ്കൂളിലെ 4000-ലധികം വിദ്യാർത്ഥികൾക്ക് പരിശീലനം നൽകി.
മുൻ അന്തർദേശീയ ഹോക്കി താരം കെ നിയാസ് ഉദ്ഘാടനം ചെയ്തു. യോഗ ട്രെയിനറും അധ്യാപകനുമായ സജീവ് ഒദിയോത്ത് പരിശീലനത്തിന് നേതൃത്വം നൽകി. പ്രിൻസിപ്പാൾ കെ അനിൽകുമാർ, ഹെഡ് മാസ്റ്റർ യൂസഫ് ഒദിയോത്ത്, PTA പ്രസിഡന്റ് പി പ്രകാശൻ, സ്റ്റാഫ് സെക്രട്ടറി രജീഷ് കാളിയത്താൻ, CPOമാരായ MK രാജീവൻ, BD ദീപ്തി, JRC കോർഡിനേറ്റർ സരീഷ് രാംദാസ്, നിത്യ, സ്കൗട്ട് അധ്യാപകൻ സുഭാഷ്, ഗൈഡ്സ് ടീച്ചർമാരായ TP ലിഷ, M ലജിന, അനശ്വര, P ജിജി, നിൻഷി, ലിറ്റിൽ കൈറ്റ്സ് മെൻറ്റർമാരായ K പവിത്രൻ, BP ഷീജ, നമിത, SSLC കോർഡിനേറ്റർ ഷിജിൽ രവീന്ദ്രൻ, K സീബ, NSS കോർഡിനേറ്റർ അജിത് കുമാർ തുടങ്ങിയവർ നേതൃത്വം നൽകി. വിദ്യാർത്ഥികളിൽ ഏകാഗ്രത, ഓർമ്മശക്തി, ആത്മനിയന്ത്രണം എന്നിവ വർദ്ധിപ്പിക്കുകയും പഠന പാഠ്യേതര പ്രവർത്തനങ്ങളിൽ കൂടുതൽ ശ്രദ്ധയും സജീവ പങ്കാളിത്തവും ഉറപ്പാക്കുകയുമാണ് പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നത്. യോഗ ദിനാചരണത്തിന്റെ ഭാഗമായി കല്ലിക്കണ്ടി NAM കോളേജിൽ യോഗ ക്ലാസ് സംഘടിപ്പിച്ചു. നിരവധി വിദ്യാർത്ഥികൾ പങ്കെടുത്തു. NAM പ്രിൻസിപ്പൽ ഡോക്ടർ ക്യാപ്റ്റൻ AP ഷമീർ ഉദ്ഘാടനം ചെയ്തു. KS മുസ്തഫ അധ്യക്ഷത വഹിച്ചു. N ഷസ്നി, അബ്ദുൾ അഹദ് P എന്നിവർ സംസാരിച്ചു. യോഗ മാസ്റ്റർ MP ബൈജു നേതൃത്വം നൽകി. ചെണ്ടയാട് നിള്ളങ്ങൽ തുണ്ടിയിൽ ശ്രീ മുത്തപ്പൻ മടപ്പുരയുടെ നേതൃത്വത്തിൽ വിവിധ മേഖലകളിൽ ഉന്നത വിജയികളെ അനുമോദിച്ചു. കുന്നോത്തുപറമ്പ് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KP രാമചന്ദ്രൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. നിള്ളങ്ങൽ ശ്രീ മുത്തപ്പൻ മടപ്പുര പരിധിയിൽ നിന്നും ഈ വർഷത്തെ SSLC +2 LSS USS CM കിഡ്സ് സ്കോളർഷിപ്പ് ജേതാക്കളെ ചടങ്ങിൽ വെച്ച് ആദരിച്ചു. കുന്നോത്തുപറമ്പ് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KP രാമചന്ദ്രൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. ക്ഷേത്രം സംഘടിപ്പിച്ച ഈ പരിപാടി ധന്യമെന്ന് ഞാൻ പറയാൻ കാരണം അതാണ്. ഒരു നാടിന്റെ വിദ്യാഭ്യാസ പ്രവർത്തനത്തിൽ നിന്ന് ക്ഷേത്രങ്ങൾക്ക് മാറി നിൽക്കാൻ വേണ്ടി സാധിക്കില്ല. ഒരു നാടിന്റെ സാംസ്കാരിക പ്രവർത്തനങ്ങളിൽ നിന്ന് ക്ഷേത്രങ്ങൾക്ക് മാറി നിൽക്കാൻ സാധിക്കില്ല. ഒരു നാടിന്റെ എല്ലാ സ്പന്ദനങ്ങളും ഏറ്റുവാങ്ങേണ്ട, ആ സ്പന്ദനങ്ങൾക്കൊപ്പം നിൽക്കേണ്ട ഒരിടമാണ് ക്ഷേത്രം എന്ന് പറയുന്നത്. അവിടെ കേവലം പൂജയും ആരാധനയും അപ്പുറത്ത് ഈ പറഞ്ഞ തലങ്ങളിലേക്ക് ഉയരുമ്പോഴാണ് ക്ഷേത്രം നാടിന്റെ ജനകീയമായ മുഖമുള്ള ഒരു ആരാധനാ കേന്ദ്രമായി മാറുന്നത്. ആ തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് തൊണ്ടിയിൽ മടപ്പുരയുടെ ക്ഷേത്ര കമ്മിറ്റി നിർവഹിച്ചു വരുന്നത്, നാളിതുവരെ നിർവഹിച്ചിട്ടുള്ളത്, ഇനി അങ്ങോട്ടും നിർവഹിക്കാൻ പോകുന്നത് എന്ന് ഇവിടെ വന്നപ്പോൾ അനുഭവപ്പെട്ട ഹൃദ്യമായ ഒരു അനുഭവമാണ്. കുട്ടികൾ പഠിക്കുന്നു, ഉന്നത വിജയം നേടുന്നു. അത് അവരുടെ കഠിന പ്രയത്നത്തിന്റെ, അവരുടെ മാത്രമല്ല അവരുടെ രക്ഷിതാക്കളുടെ, അവരുടെ സഹോദരങ്ങളുടെ, അവരുടെ അധ്യാപകരുടെ ഒക്കെ കൂട്ടായ ഒരു പ്രവർത്തനത്തിന്റെ ഭാഗമായി കുട്ടികൾ നല്ല നിലയിൽ പഠിച്ച് അവർ കഠിനാധ്വാനം ചെയ്ത് വിജയികളായി മാറുന്നു. അപ്പോൾ ആ വിജയിക്കുമ്പോൾ നമ്മുടെ മനസ്സിലെപ്പോഴും ദൈവ ചിന്തയും കൂടി ഉണ്ടാവണം. KP ജനാർദ്ദനൻ അധ്യക്ഷത വഹിച്ചു. 22ാം വാർഡ് അംഗം K രാജൻ, കുന്നോത്തുപറമ്പ് ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ AP ലിബിഷ എന്നിവർ സംസാരിച്ചു. MP മോഹനൻ മാസ്റ്റർ സ്വാഗതവും KP നന്ദനൻ നന്ദിയും പറഞ്ഞു. അന്താരാഷ്ട്ര യോഗ ദിനത്തിന്റെ ഭാഗമായി വിജ്ഞാനദായിനി വായനശാല ആൻഡ് ഗ്രന്ഥാലയത്തിന്റെ യോഗ ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ യോഗ പ്രദർശന പരിപാടി നടത്തി. നിരവധി ആളുകൾ പങ്കെടുത്തു. കുണ്ടുചിറ വിജ്ഞാനദായിനി വായനശാല ഗ്രന്ഥാലയത്തിന്റെ ആഭിമുഖ്യത്തിൽ നടന്ന യോഗ പ്രദർശനം മുൻ വാർഡ് അംഗം PK സാവിത്രി ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ പഞ്ചായത്തിലും മറ്റുള്ള എല്ലാ സ്ഥലങ്ങളിലും ഇന്ന് യോഗ ദിനം ആചരിക്കുക.
ഇത്തരത്തിലുള്ള യോഗ നിങ്ങളുടെ യോഗ പരിശീലനം ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇവർ രാവിലെ നിന്ന് നമുക്ക് ആയുർവേദ ഡിസ്പെൻസറിയിൽ നിങ്ങളുടെ പരിപാടി ഒരു പ്രാവശ്യം അവതരിപ്പിക്കും. വായനശാല പ്രസിഡന്റ് സി ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. GN ദിനേഷ് ബാബു, K കൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. ചടങ്ങിൽ യോഗ ക്ലബ്ബ് അംഗങ്ങളുടെ യോഗ ഡാൻസും പ്രദർശനവും നടന്നു. വ്യാപാരി വ്യവസായി സമിതി തലശ്ശേരി ടൗൺ മേഖലാ സമ്മേളനം പെപ്പർ പാലസ് ഓഡിറ്റോറിയത്തിൽ നടന്നു. ജില്ലാ സെക്രട്ടറി PM സുഗുണൻ ഉദ്ഘാടനം ചെയ്തു. വ്യാപാരി വ്യവസായി സമിതി തലശ്ശേരി ടൗൺ മേഖലാ സമ്മേളനം പെപ്പർ പാലസ് ഓഡിറ്റോറിയത്തിൽ ജില്ലാ സെക്രട്ടറി PM സുഗുണൻ ഉദ്ഘാടനം ചെയ്തു. കാരായി രാജൻ MLAക്ക് സ്വീകരണം നൽകി. ഏതെല്ലാം വിഷയങ്ങളിലാണ് വ്യാപാരി വ്യവസായി സമിതി ഇടപെടേണ്ടത്, അത്തരത്തിൽ കൃത്യമായ ഒരു ദീർഘവീക്ഷണത്തോടുള്ള ഒരു സമീപനം നമ്മൾ സ്വീകരിച്ചപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ഈ അവഹേളനവും ഇത്തരത്തിൽ വ്യാപാര മേഖലയിൽ വ്യാപാരി വ്യവസായി സമിതിക്ക് ഒരു സ്ഥാനവുമില്ല എന്ന് പറഞ്ഞ ആളുകളിൽ നിന്ന് ഇന്ന് കണ്ണൂർ ജില്ലയിൽ മാത്രം പരിശോധിച്ചാൽ അംഗബലം കൊണ്ട്, മെമ്പർമാരുടെ എണ്ണം കൊണ്ട് ഏറ്റവും വലിയ സംഘടനയായി വ്യാപാരി വ്യവസായി സമിതി മാറി കണ്ണൂർ ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പട്ടണങ്ങൾ തലശ്ശേരി ഉൾപ്പെടെ, ചിലപ്പോൾ ഇവിടെയുള്ള 5 നില മാളുകളെല്ലാം ഉള്ള വൻകിട വ്യാപാര സ്ഥാപനങ്ങൾ ചിലപ്പോൾ നമുക്ക് മെമ്പർഷിപ്പ് ഉണ്ടാവണമെന്നില്ല, ചില താല്പര്യങ്ങളെല്ലാം അവർക്കുണ്ടാവും. എന്നാൽ ഏറ്റവും മഹാഭൂരിപക്ഷം വരുന്ന വ്യാപാരികൾ നേരത്തെ പറഞ്ഞ വ്യാപാരി വ്യവസായ സമിതിയെ എങ്ങനെയെല്ലാണോ അകറ്റി നിർത്തുന്നത്, അതെല്ലാം വെറും ഒരു തെറ്റിദ്ധാരണയുടെ ഭാഗമാണ്, ഒരു ആക്ഷേപമാണ്, അതിനൊന്നും കാര്യമില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഒരു കാരണവശാലും വ്യാപാരി വ്യവസായ സമിതിയിൽ മെമ്പർഷിപ്പ് എടുക്കേണ്ടതില്ല എന്ന് തീരുമാനിച്ച വ്യാപാരികൾ ഉൾപ്പെടെ തലശ്ശേരിയും പയ്യന്നൂരും തളിപ്പറമ്പും ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ വ്യാപാരി വ്യവസായ സമിതിയുടെ മെമ്പറാകുക എന്നുള്ളതിൻ്റെ അപ്പുറത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കേഡർമാർ ആയി മാറുന്ന നിലവ ഈ കാലഘട്ടത്തിൽ മാറി. പ്രസിഡന്റ് ഇല്യാസ് ചാത്താടി അധ്യക്ഷത വഹിച്ചു. KK സഹദേവൻ, KP പ്രമോദ്, റഫീഖ് കാത്താണ്ടി, KV മോഹനൻ, നജ്മ ഹാഷിം, CPM നൌഫൽ എന്നിവർ സംസാരിച്ചു. T ഇസ്മായിൽ സ്വാഗതം പറഞ്ഞു. പുതിയ ഭാരവാഹികളായി T ഇസ്മായിലിനെ പ്രസിഡന്റായും ഇല്യാസ് ചാത്താടി സെക്രട്ടറിയായും MM അജയനെ ട്രഷററായും തിരഞ്ഞെടുത്തു. ക്യൂറ മെന്റേഴ്സ് ആൻഡ് കൗൺസിലിംഗ് വെൽനസ് സെന്റർ ചോനാടത്ത് പ്രവർത്തനം ആരംഭിച്ചു. എരഞ്ഞോളി പഞ്ചായത്ത് പ്രസിഡന്റ് കാട്ട്യത്ത് പ്രകാശൻ ഉദ്ഘാടനം ചെയ്തു. തലശ്ശേരിക്കടുത്ത ചോനാടത്ത് ക്യൂറ മെന്റീസ് കൺസൾട്ടിംഗ് ആൻഡ് വെൽനസ് പ്രവർത്തനം ആരംഭിച്ചു. എരഞ്ഞോളി പഞ്ചായത്ത് പ്രസിഡന്റ് കാട്ട്യത്ത് പ്രകാശൻ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. എരഞ്ഞോളി പഞ്ചായത്ത് അംഗം സുശീൽ ചന്ദ്രോത്ത് ഉദ്ഘാടന ചടങ്ങിൽ അധ്യക്ഷനായി. തലശ്ശേരി ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് CA ദിവ്യ, മാനേജ്മെന്റ് പ്രതിനിധികൾ, ജനപ്രതിനിധികൾ തുടങ്ങിയവർ ഉദ്ഘാടന ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. സമൂഹത്തിന്റെ മാനസികാരോഗ്യവും ക്ഷേമവും ലക്ഷ്യമാക്കിയാണ് സെന്റർ പ്രവർത്തിക്കുന്നത്. മാനസിക സമ്മർദ്ദം, ഉത്കണ്ഠ, വിഷാദം, ദാമ്പത്യ കുടുംബ പ്രശ്നങ്ങൾ തുടങ്ങിയ മാനസിക പ്രശ്നങ്ങൾ നേരിടാനും മറികടക്കാനും പ്രൊഫഷണൽ കൗൺസിലിംഗ് സേവനങ്ങൾ ഇവിടെ ലഭ്യമാണെന്ന് മാനേജ്മെന്റ് അറിയിച്ചു.
വരയിടം ആർട്സ് സ്കൂളിന്റെ നേതൃത്വത്തിൽ ശാന്തിഗിരി ആശ്രമവുമായി ചേർന്നുകൊണ്ട് ലഹരിക്കെതിരെ ക്യാമ്പയിൻ സംഘടിപ്പിച്ചു. 40 കുട്ടികൾ പങ്കെടുത്തുകൊണ്ടുള്ള മൺവര ചിത്രകലാ ക്യാമ്പ് സ്വാമി വന്ദനരൂപൻ ജ്ഞാന തപസ്വി ഉദ്ഘാടനം ചെയ്തു. മൊകേരി വള്ളിയായി ശാന്തിഗിരി ആശ്രമത്തിലൊരുക്കിയ മൺവര ചിത്രകലാ ക്യാമ്പ് വന്ദനരൂപൻ ജ്ഞാന തപസ്വി ഉദ്ഘാടനം ചെയ്തു. ഇത് ഈ കുട്ടികളുടെ മസ്തിഷ്കത്തിൽ എങ്ങനെ പ്രവർത്തിക്കുമെന്ന് ചോദിച്ചാൽ അത് വളരെ അപകടമായ രീതിയിൽ പല രീതിയിൽ പോലീസ് ഒന്നിനു പുറകെ ഇത് പിടിച്ചു വരുമ്പോൾ ഇവർ അതിൻ്റെ അപ്പുറത്തെയാണ് ചിന്തിച്ച് പ്രവർത്തിക്കും. അങ്ങനെ പ്രവർത്തിക്കുമ്പോൾ അവർ പുതിയ കണ്ടുപിടുത്തങ്ങൾ കൊണ്ടാണ് വരും. അപ്പോൾ എനിക്കിപ്പോൾ തോന്നുന്നു നമുക്ക് വസ്ത്രം ഇട്ടാൽ പോലും പ്രശ്നമാവുന്ന രീതിയിലുള്ള സാധനങ്ങൾ കണ്ടുപിടിക്കും എനിക്ക് തോന്നുന്നു. ഡ്രസ്സ് ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ 24 മണിക്കൂർ ബോധമില്ലാത്ത രീതിയിലേക്കുള്ള ടെക്നോളജികളാണ് അവർ ഡെവലപ്പ് ചെയ്തുകൊണ്ടത്. ഇതിനെതിരെ നമ്മൾ യുദ്ധം ചെയ്തേ പറ്റും. അത് ആശ്രമം കച്ചകെട്ടി ഇറങ്ങിയിരിക്കുക. എന്ത് വഴിയിലായാലും ഇതിനെതിരെ നമ്മൾ പൊരുത്തം തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. അതിപ്പോഴല്ല, കഴിഞ്ഞ കുറേ കാലങ്ങളായി വർഷങ്ങളായി നമ്മളിതിനെ പടപൊരുതിക്കൊണ്ടിരിക്കുക. അത് കുട്ടികളെ നമ്മൾ അതിൽ നിന്ന് രക്ഷിച്ച് നമ്മുടെ കുട്ടികൾ വളരെ ബുദ്ധിയുള്ളവരും നല്ല കർമ്മശേഷിയുള്ളവരും നല്ല അറിവുള്ളവരുമായി മാറും. കണ്ണവം SI അനൂപ് K. ഗോവിന്ദ് മുഖ്യാതിഥിയായി. ആശ്രമ മാനേജർ ഡോക്ടർ മുരളീധരൻ, രാജീവൻ മാസ്റ്റർ, സന്ധ്യാപ്രകാശ്, ഗുരുപ്രഭ തുടങ്ങിയവർ സംസാരിച്ചു. കുട്ടികളെ ലഹരിയിലേക്ക് നയിക്കുന്നതിൻ്റെ സുപ്രധാനമായൊരു കാരണം അണുകുടുംബ വ്യവസ്ഥയിലെ പരസ്പര സംസാരമില്ലായ്മയും മാതാപിതാക്കൾ കുട്ടികളുടെ കാര്യത്തിൽ കാണിക്കുന്ന ജാഗ്രത കുറവുമാണെന്ന് ക്യാമ്പിൽ പൊതു ചർച്ച ഉയർന്നു വന്നു. ഇതിന് മാറ്റം വരുത്താൻ അണുകുടുംബങ്ങളിൽ ഓരോരുത്തരും തയ്യാറാകണമെന്നും ക്യാമ്പ് ആവശ്യപ്പെട്ടു. ക്യാമ്പ് ഡയറക്ടർ ഷൈജു K. മാലൂർ, ശാന്തി മഹിമ പ്രവർത്തകരായ നിതിൻ, കൃപൻ, കീർത്തനൻ, നവജ്യോതിസ് എന്നിവർ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. പ്രധാന വാർത്തകൾ വീണ്ടും. തലശ്ശേരിയിൽ ട്രെയിനിന് നേരെ കല്ലെറിഞ്ഞ സംഭവത്തിൽ ഇതര സംസ്ഥാന തൊഴിലാളി പിടിയിൽ. തലശ്ശേരി റെയിൽവേ പോലീസ് അറസ്റ്റ് ചെയ്തത് തമിഴ്നാട് സേലം സ്വദേശി മുത്തുവിനെ. ദീർഘകാലം മയ്യഴിയുടെ രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക രംഗങ്ങളിൽ നിറഞ്ഞുനിന്ന വ്യക്തിത്വമായിരുന്ന I. അരവിന്ദന് നാടിന്റെ യാത്രാമൊഴി. മാഹി മുനിസിപ്പൽ മൈതാനിയിൽ പൊതുദർശനത്തിന് വെച്ച ഭൗതിക ശരീരത്തിൽ നിരവധി ആളുകൾ അന്തിമോപചാരം അർപ്പിച്ചു. മൂന്ന് മക്കളെയും പഠിപ്പിച്ച് ഡോക്ടറാക്കാൻ കഴിഞ്ഞതിന്റെ ആഹ്ലാദത്തിലും അഭിമാനത്തിലുമാണ് കല്ലിക്കണ്ടി ഒരുമ നഗറിലെ പാട്ടത്തിൽ ഷൗക്കത്തലിയും തക്കിടിന്റെ അവിടെ ആയിഷയും. ഡോക്ടർമാരായത് പെൺമക്കളായ K. ഷർഫാന, K. ഷഹാന, ഷസ, ഷൗക്കത്തലി എന്നിവർ. തലശ്ശേരി പ്രസ് ഫോറത്തിന്റെയും പത്രാധിപർ E. K. നായനാർ സ്മാരക ലൈബ്രറിയുടെയും സംയുക്താഭിമുഖ്യത്തിൽ വായനാ പക്ഷാചരണം സംഘടിപ്പിച്ചു. ആദരായനവും നടത്തി. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.